Me and my mom here. Today is 29th January. Here, this is my house, not anywhere else. Okay, this is Adhe Mandram, Olayatiyamal, Mavelikira, Baranika village, Pallikal Nadvile Muri. And this is my ward number is 1 and house number is 89. Okay. Now I'm opening the door. No car, no bike here, nothing here. Okay. This is my house and near SNDP building. You can see this. Okay, not anywhere else. And these criminals will start doing dramas. These criminals will be this camera. Yesterday this camera got off while this Somarajan kept his scooty that right time. Okay, you can see that. Okay, actually, okay, and he kept his scooty here in front of my this thing portion, and he went to his this thing. Okay, that house, the house which is under construction, and to do actually drama. Okay, to do drama for that purpose, for editing this and that purpose, the correct time. I have uploaded even that this thing. I will see whether it is there or not. These criminals are doing so many things with my YouTube. These criminals are not allowing my this videos for getting uploaded. Actually, these criminals are somehow stopping the videos from getting uploaded. I don't know how these criminals are doing all these things, and even these criminals are copied my WhatsApp and cloned my this phone and my laptop and doing all these criminal activities actually. Okay, then these are the things these criminals are doing. These criminals are committing cyber crime and all the illegal activities these criminals are doing, all the illegal activity. And one Vrinda will be coming and she will be doing impersonation, and even her son, one Vishwajit, he will be coming with others guy's phone and doing drama actually. Okay, this is how these criminals are doing. So then ഇങ്ങനെ എപ്പോഴും നാടകം കളിക്കുകയാണ്. അതുപോലെ ഞാനാണെന്ന് പറഞ്ഞ് സംസാരിക്കുക. ഇത് ഡൽഹി മുതലേ ഉള്ള കാര്യങ്ങളാണ്. കുറേ അവളുമാർ ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. എന്നിട്ട് എന്തൊക്കെയോ അന്ന് ഞാൻ ഇതിന് വർക്ക് ചെയ്തായിരുന്നു, നമ്മുടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ. എന്നിട്ട് ഇതൊക്കെ ഇവരുടെ ക്രിയേഷൻസ് ആണ്. എന്നിട്ട് നമ്മളെ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഇവന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വർക്ക് ചെയ്യരുത്, നമുക്ക് പൈസ കിട്ടരുത്, പിന്നെ ഈ ജോബ് ലോസ് ഇൻഷുറൻസ് അങ്ങനെയൊക്കെയുള്ളത് തട്ടിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ സാറല്ല, അപ്പോൾ ആ സാറിന് പറയാൻ വയ്യാത്തതുകൊണ്ട് വേറൊരു തന്നെ ഇതാക്കി. അപ്പം അങ്ങനെയെല്ലാം. എന്നിട്ട് വേറൊരു സ്ത്രീയാണ് ഇങ്ങനെ വന്ന്, ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ വന്ന് നിന്ന് അങ്ങ് ഡ്രാമയായിരുന്നു ഇവൾ. പക്ഷേ എൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷും മലയാളമാണ്. ഇവൾ സംസാരിക്കുന്ന വേറെ എന്തൊക്കെയോ ഇതിലാണ്. ഇവളാരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, മറ്റുള്ള ആൾക്കാരുടെ ഇതിൽ ഫേക്കായിട്ട് സംസാരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ തുമ്പി എന്ന് പറയുന്നവൾ വന്ന്, തുമ്പി എന്ന് പറഞ്ഞാൽ ഈ വൃന്ദയെന്ന് പറയുന്നവൾ വന്ന് നമ്മളായിട്ട് അഭിനയിക്കുക. അതുപോലൊരു KL29 G1222 എന്ന് പറയുന്നവന് എൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിക്കുക. ഇവനൊക്കെ ആരാണ് എൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിക്കാൻ? എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് ആർക്കും വിൽക്കാനല്ല. എൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 7 സർവേ നമ്പർ 7/28, 7/32, 7/33 അത് ഇതും, പിന്നെ അല്ലാതെ 35 സെൻസ് വെച്ച് 2 എണ്ണവും, പിന്നെ ഒരു 52 സെൻസ് ഓഫ് ലാൻഡും ഉണ്ട്. ഇതൊന്നും ആർക്കും കൊടുക്കാനല്ല. പിന്നെ ഇതൊക്കെ കൊടുത്താൽ എൻ്റെ ഇതിൽ കാശ് വരണം, മനസ്സിലായില്ലേ? എൻ്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കാണിത്. അപ്പം എൻ്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ കാശ് വരണം, മനസ്സിലായോ? കാശെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാതെ കിട്ടുന്നൊന്നുമല്ല. ഇന്ന് 1 പവൻ സ്വർണത്തിന് 1.25 ലക്ഷം കൊടുത്താൽ കിട്ടത്തില്ല. അതുപോലെ പ്രോപ്പർട്ടിക്കും അങ്ങനെയാണ് വില, അറിയാമല്ലോ എല്ലാം. ലക്ഷം വെറും നക്കാപ്പിച്ച 1.5 ലക്ഷവും അതും ഇതൊന്നും അല്ല ഇന്നത്തെ ഇത്രയും ഏക്കർ കണക്കിന് ഇത്രയും സെൻറ്റ് സ്ഥലത്തിനുള്ള വിലകളെന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ അങ്ങ് മോട്ടിച്ചെടുക്കാനൊന്നും ഇവന്മാർക്കൊന്നും ഇതാകില്ല. അപ്പോൾ ഇതിനൊക്കെ എന്തോ ചുമ്മാതൊന്നും ഒരു പ്രോപ്പർട്ടി ഇന്നത്തെ ഇതിന് കിട്ടത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇതൊന്നും എനിക്ക് കൊടുക്കാനല്ല. കഥകളുണ്ടാക്കല ജോലി, ഭയങ്കര കഥകളാണ്. ഞാൻ പിന്നെ ആരുടെ കൂടെയാണെന്ന് കഥ. പിന്നെ ഒരമ്മ വന്ന് കണ്ടില്ല ഇന്നലെ, കൈയാട്ടി വിളിക്കുക, ഒരമ്മ വന്നില്ല, അവിടെ ബൈക്ക് നിർത്തി വെച്ചിരിക്കുക. ഇങ്ങനെ പല പല വേലകളാണ്. നമ്മുടെ മണ്ടയ്ക്കോട്ട് ലേസറും അതും ഇതുമൊക്കെ അടിക്കാൻ വേണ്ടി കുറേ അവന്മാർ
രാത്രിക്ക് വരിക. രാത്രി ഫുൾ നമ്മുടെ ബട്ടക്സ്, നമ്മുടെ വയറയിലോട്ടെല്ലാം അങ്ങ് ലേസർ അടിയായിരുന്നു. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക. ഇവനൊക്കെ ആരാ നമ്മുടെ ഇതൊക്കെ ലേസർ അടിക്കാൻ? ലേസർ അടിച്ചങ്ങ് ഇതാക്കുക. ലേസർ അടി നമ്മുടെ പല പാർട്സ്, നമ്മുടെ കാലിൻ്റെ എന്താണ് ഈ വണ്ണം കുറയ്ക്കുക, ഈ ലേസർ അടിച്ച് നമ്മുടെ ഫാറ്റൊക്കെ ഉരുക്കി വണ്ണം കുറയ്ക്കുക. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. പിന്നെ നമ്മുടെ ഈ ബട്ടക്സ്, ബ്രസ്റ്റിൻ്റെ മേൽഭാഗത്തെല്ലാം ഇങ്ങനെ വണ്ണം കുറയ്ക്കുക. എന്തിനാണെന്ന് വെച്ചാൽ സാഗ് ചെയ്യാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ പുരികം എടുക്കുക, നമ്മുടെ പുരികത്തേലും അടിക്കുക, നമ്മുടെ തലമുടി കൊഴിപ്പിക്കാൻ ലേസർ അടിക്കുക. അങ്ങനെ പല പല വേലകളുമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക രാവിലെ മുതൽ. അതുപോലെ കണ്ണിൻ്റെ 2 സൈഡിലോട്ട് ഇങ്ങനെ ലേസർ അടിച്ച് അവിടുത്തെ ഈ നമ്മുടെ ഇത് ഉരുക്കുക. അങ്ങനെ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക അങ്ങ്. ലേസർ അടി, മുടി കൊഴിക്കാൻ ലേസർ അടി, പിന്നെ നമ്മുടെ തലയിലോട്ട് സോണിക് സൗണ്ട് വെച്ച് ഇങ്ങനെ ഹിറ്റ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇവന്മാരുടെ. എങ്ങനെയെങ്കിലും അതുപോലെ ഇന്നലെ ആ പയ്യൻ വന്ന് അവിടെ ഫോണും കൊണ്ട് ഇങ്ങനെ അകത്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവൻ്റെ എന്താണ് ഹെൽമെറ്റിനുള്ളിലോട്ട് ഇതാക്കി ഞാൻ കാണിക്കുന്നുണ്ട്. ഇതല്ല ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെച്ചങ്ങ് നിൽക്കുക. അവനവിടെ മിണ്ടാതെ നിൽക്കുകയാണ് അവൻ. കുറേ നേരമായി ഞാൻ കാണുന്നുണ്ടത്. പിന്നെയാണ് നമ്മളങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നത്, നീ എന്താടാ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. അപ്പോഴാണ് ഇവൻ, നീ ഫോൺ ഓണല്ലേ? അപ്പോൾ ഇവൻ്റെ ഫോൺ ഓണാണ്. ഇവൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണിത്. എന്നുവെച്ചാൽ നമ്മുടെ മൂക്കിനകത്തോട്ട് പോയിസണസ് ഗ്യാസാണ് അടിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നുണ്ട് ഇവിടെ എന്താ കൊല്ലാൻ നോക്കുന്നത്, എന്തോ പോയിസണസ് ഗ്യാസ് അടിച്ചപ്പോൾ ഇവൻ ഇങ്ങനെ വന്ന് നിന്ന് ഇത് ചെയ്യുക. ഇവനെല്ലാം ഏർപ്പാട് ചെയ്ത് വിട്ടിരിക്കുക. ഇങ്ങനെ കുറേ അറിയാൻ വയ്യാത്ത ആൾക്കാരെ വരെയും ഫോണിനകത്ത് ഇതും കൊടുത്ത് ഇവന്മാരിങ്ങനെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് ഇരുത്തുക. ഓരോ വീടുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തുക ഒക്കെ പരിപാടികളുണ്ട്. അങ്ങനെയാണ് ഇവന്മാർ ഇതെല്ലാം ചെയ്യുന്നത്. കുട്ടച്ചാരെന്ന് പറയുന്നത് ചെയ്യുമ്പോൾ അവൻ്റെ കാർ പോർച്ചിനകത്ത് ഇറങ്ങിയിരുന്നാണ് ഇത് ചെയ്യുന്നത്. അവൻ്റെ കാർ പോർച്ചിനകത്ത് അങ്ങനെ പല പല ഇങ്ങനെ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്ക്. ദീപ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്, സഹദേവ മന്ദിർ, ഓലട്ടിയമലം, മാവേലിക്കര വിത്ത് മൈ മദർ.